ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന ലെസന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, വൺ ഡേ ഒരു ദിവസം കുങ്കൻ വൂൾഫ് വന്നു. കുങ്കൻ വൂൾഫ് വന്നു. എവിടെ വന്നത്? ടു കിച്ചു റാബിറ്റ് ഷോപ്പ്, കിച്ചുവിന്റെ കടയിലേക്ക് വന്നു. വന്നിട്ട് എന്താണ് പറഞ്ഞു നോക്കൂ. ഹേ കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. ഹേ കിച്ചു, കിച്ചു ഐ വിൽ ക്രഷ്. ക്രഷ് എന്നാൽ എന്താണ്? ചതയ്ക്കുക, പൊടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഐ വിൽ ക്രഷ് യു, ഞാൻ നിന്നെ ചതയ്ക്കും. ആൻഡ് എന്നിട്ട് ഈറ്റ് അപ്പ് എന്നാൽ മുഴുവനായി തിന്നും. യു നിന്നെ, ഞാൻ നിന്നെ ചതച്ച് മുഴുവനായി തിന്നും. ദ അനിമൽസ് മൃഗങ്ങൾ വേർ ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് എന്നാൽ ഭയന്നു വിറച്ചു. മൃഗങ്ങൾ ഭയന്നു വിറച്ചു. ആൻഡ് കൂടാതെ മോസ്റ്റ് ഓഫ് ദം. മോസ്റ്റ് ഓഫ് ദം എന്നാൽ അവരിൽ അധികവും. റേൻ എവേ ദൂരേക്ക് ഓടിപ്പോയി. കുങ്കൻ വൂൾഫ് കിച്ചുവിന്റെ കടയിൽ വന്ന് അവനെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറച്ച് ദൂരേക്ക് ഓടിപ്പോയി. സഡൻലി പെട്ടെന്ന് കിച്ചു ഗോട്ട്, കിച്ചുവിന് കിട്ടി. ഒരു ഐഡിയ, ഒരാശയം. പെട്ടെന്ന് കിച്ചുവിന് ഒരാശയം കിട്ടി. മൈ ഫ്രണ്ട്, എന്റെ സുഹൃത്തേ, ഡോണ്ട് ട്രൈ, ശ്രമിക്കരുത്. യുവർ ട്രിക്സ്, നിന്റെ തന്ത്രങ്ങൾ, ഓൺ മീ, എന്നിൽ. എന്നിൽ നിന്റെ തന്ത്രങ്ങളൊന്നും കളിക്കാൻ ശ്രമിക്കരുത്. ഇഫ് യു വാണ്ട് ടു ലിവ്, ഇഫ് എങ്കിൽ, യു നീ, വാണ്ട് ആഗ്രഹിക്കുക, ടു ലിവ് ജീവിക്കാൻ, നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഗോ എവേ ദൂരേക്ക് പോകൂ. ഫ്രം ഹിയർ, ഫ്രം ഹിയർ എന്നാൽ ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് ദൂരേക്ക് പോകൂ. അതായത് നിന്റെ തന്ത്രങ്ങളൊന്നും എന്റെ കയ്യിൽ എന്നോട് കാണിക്കരുത്. നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ദൂരേക്ക് പോകൂ. അപ്പോൾ കുങ്കൻ ചെന്നായ ചോദിക്കുന്നു, വാട്ട് വിൽ യു ഡു? വാട്ട് വിൽ ഡു എന്നാൽ ചെയ്യുക. വിൽ ഡു ചെയ്യും. വാട്ട് വിൽ ഡു എന്തു ചെയ്യും? യു നീ എന്തു ചെയ്യും? ദ വൂൾഫ് ചെന്നായ ആസ്ക്ഡ് ചോദിച്ചു. അപ്പോൾ നമ്മുടെ കിച്ചുമോൽ എന്താണ് പറയുന്നത്? ഐ എനിക്ക്, കാണ്ട് ഡു, ഡു ചെയ്യുക. ഐ കാണ്ട് ഡു എനിക്ക് ചെയ്യാൻ കഴിയില്ല. എനിത്തിങ് ഒന്നും, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബട്ട് എന്നാൽ മൈ ഫ്രണ്ട്, എന്റെ സുഹൃത്ത്. ആരാണ്? ജിഗു. എന്റെ സുഹൃത്ത് ജിഗു, ദ വൂൾഫ് ചെന്നായ. ജിഗു ആരാണ്? ചെന്നായ. ഈസ് ഹൈഡിങ്, ഹൈഡ് എന്നാൽ ഒളിച്ചിരിക്കുക. ഈസ് ഹൈഡിങ് ഒളിച്ചിരിക്കുകയാണ്. ഇൻസൈഡ് ഉള്ളിൽ, മൈ ഷോപ്പ് എന്റെ കടയിൽ. എന്റെ കടയിനുള്ളിൽ എന്റെ സുഹൃത്ത് ജിഗു എന്ന ചെന്നായ ഒളിച്ചിരിക്കുന്നുണ്ട്. ഹി വിൽ സ്മാഷ്, സ്മാഷ് എന്നാൽ തകർക്കുക. ഹി വിൽ സ്മാഷ് അവൻ തകർക്കും. യു നിന്നെ. ഇൻറ്റു പീസസ്, ഇൻറ്റു പീസസ് എന്നാൽ കഷ്ണങ്ങളായി. അവൻ നിന്നെ കഷ്ണങ്ങളായി അടിച്ചു തകർക്കും. വുഡ് യു ലൈക്ക്, ലൈക്ക്, വുഡ് യു ലൈക്ക് എന്നാൽ നീ ഇഷ്ടപ്പെടുന്നോ? ടു സീ കാണാൻ, ഹിം അവനെ, നീ അവനെ കാണാൻ ഇഷ്ടപ്പെടുന്നോ, ആഗ്രഹിക്കുന്നോ? കിച്ചു റാബിറ്റ് ആസ്ക്ഡ്, കിച്ചു റാബിറ്റ് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വൂൾഫ് എന്താണ് പറയുന്നത്? ചെന്നായ എന്താണ് പറയുന്നത്? യെസ് ഉണ്ട്. ഷോ മീ, ഷോ മീ എന്നാൽ എന്നെ കാണിക്കൂ. യുവർ ജിഗു, നിന്റെ ജിഗുവിനെ എന്നെ കാണിക്കൂ. കുങ്കൻ വൂൾഫ് ഡിമാൻഡഡ്, കുങ്കൻ വൂൾഫ് ഡിമാൻഡഡ് എന്നാൽ ആവശ്യപ്പെട്ടു. അപ്പോൾ കിച്ചു റാബിറ്റ് ടേൺഡ് തിരിഞ്ഞു. ആൻഡ് എന്നിട്ട് പിക്ക്ഡ് അപ്പ് എടുത്തു. എന്താ എടുത്തത്? ദ മിറർ കണ്ണാടി. അപ്പോൾ കിച്ചു റാബിറ്റ് തിരിഞ്ഞ് കണ്ണാടി എടുത്തു. ഹി അവൻ ബ്രോട്ട് ഇറ്റ്, ബ്രോട്ട് കൊണ്ടുവന്നു. ഇറ്റ് അത് കണ്ണാടി കൊണ്ടുവന്നു. ടു ദ ഫേസ്
മുഖത്തേക്ക്, ഓഫ് കുങ്കൻ വൂൾഫ്, കുങ്കൻ വൂൾഫിന്റെ മുഖത്തിന് നേരെ കണ്ണാടി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ, ഹി ഈസ് ജിഗു, ഇവനാണ് ജിഗു. കിച്ചു സെഡ്, കിച്ചു പറഞ്ഞു. ഹോ വാട്ട് എ ടെറിബിൾ ഫെലോ, വാട്ട് എന്തുമാത്രം, എ ടെറിബിൾ, ടെറിബിൾ എന്നാൽ ഭയങ്കരനായ, ഭീകരനായ, ഫെലോ എന്നാൽ ഇവിടെ അർത്ഥം ജീവി എന്നാണ്. വാട്ട് എ ടെറിബിൾ ഫെലോ, എന്തുമാത്രം ഭീകരനായ, ഭയങ്കരനായ ജീവി, ഹി ഈസ്, അവനാണ്, അവൻ എന്തുമാത്രം ഭയങ്കരനായ ജീവിയാണ്. ഈഫ് എങ്കിൽ, ഹി കംസ് ഔട്ട്, കംസ് ഔട്ട് എന്നാൽ പുറത്തു വരിക. ഇഫ് ഹി കംസ് ഔട്ട്, അവൻ പുറത്തു വരികയാണെങ്കിൽ, ഹി വിൽ ഫിനിഷ്, അവൻ അവസാനിപ്പിക്കും, മീ എന്നെ, അവൻ എന്നെ അവസാനിപ്പിക്കും. സീയിങ് കണ്ടിട്ട്, ഹിസ് ഓൺ ഇമേജ്, അവന്റെ സ്വന്തം ചിത്രം, രൂപം കണ്ടിട്ട് കുങ്കൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ പുറത്തു വരികയാണെങ്കിൽ അവൻ എന്നെ ഇല്ലാതാക്കും. കുങ്കൻ തോട്ട്, കുങ്കൻ വിചാരിച്ചു. ദാറ്റ് ഇറ്റ് വാസ്, അതായിരുന്നുവെന്ന്. ദ റിയൽ ജിഗു വൂൾഫ്, യഥാർത്ഥ ജിഗു വൂൾഫാണ് അതെന്ന് കുങ്കൻ വിചാരിച്ചു. കുങ്കൻ വൂൾഫ്, കുങ്കൻ ചെന്നായ, റേൻ എവേ, അകലേക്ക് ഓടിപ്പോയി. എങ്ങനെയാണ് ഓടിപ്പോയത് നോക്കൂ. ഏസ് ഫാസ്റ്റേഴ്സ്, ഏസ് ഫാസ്റ്റേഴ്സ് എന്നാൽ അത്രയും വേഗത്തിൽ. ഹീ കുഡ്, അവന് കഴിഞ്ഞ, അവന് കഴിയുന്ന അത്രയും വേഗത്തിൽ കുങ്കൻ വൂൾഫ് ദൂരേക്ക് ഓടിപ്പോയി. നോക്കൂ, ഹി, അവൻ, നെവർ, ഒരിക്കലും, കെയിം ബാക്ക് എന്നാൽ തിരിച്ചു വന്നു, എഗെയിൻ വീണ്ടും. ഹി നെവർ കെയിം ബാക്ക് എഗെയിൻ എന്നാൽ അവൻ ഒരിക്കലും വീണ്ടും തിരിച്ചു വന്നില്ല. കിച്ചു ബിക്കെയിം, കിച്ചു ആയി, എന്തായി? എ റിയൽ ഹീറോ, ഒരു യഥാർത്ഥ ഹീറോ ആയി. ഓൾ ദി അനിമൽസ്, എല്ലാ മൃഗങ്ങളും, ബിക്കെയിം ആയി, എന്തായി? ഹാപ്പി, സന്തോഷം, എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമുണ്ടായി. അപ്പോൾ ഈ ഒരു കൊച്ചു കഥയിലും നമ്മൾ കിച്ചു എന്ന ഒരു ഹീറോയിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു പിക്ചർ സ്റ്റോറി കാർഡ് തയ്യാറാക്കാൻ പോവുകയാണ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. സം ഇവന്റ്സ് ആർ ഗിവൺ. കുറച്ച് സംഭവങ്ങൾ നമുക്കിവിടെ ആദ്യമേ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കൂ, ഈ ചിത്രത്തിൽ കാണുന്ന സംഭവങ്ങൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ടല്ലോ. ഉണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നതും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. റൈറ്റ് ദ ഇവന്റ് അണ്ടർ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിന്റെ അടിയിലും ചിത്രത്തിൽ കാണുന്ന സംഭവങ്ങൾ എഴുതുക. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അതിനുശേഷം കഥയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിൽ കൊടുക്കുക. യെസ്, ഇത് ABC സ്കൂളാണ്. ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ ന്യൂ സ്കൂൾ. ഇന്ന് പുതിയ സ്കൂളിൽ പ്രിയയുടെ ആദ്യ ദിവസമാണ്. പ്രിയാസ് മോം ഡ്രോപ്സ് ഹെർ അറ്റ് സ്കൂൾ. പ്രിയയുടെ അമ്മ അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്നു. മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹെർ ക്ലാസ്മേറ്റ്സ്. ഇതാണ് മിസ് നീന, അതായത് അവരുടെ നീന ടീച്ചർ. നീന ടീച്ചർ പ്രിയയെ അവളുടെ സഹപാഠികൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇനി നോക്കൂ, ഈ ചിത്രത്തിൽ കാണുന്നതിന്റെ ഒരു ചെറിയ വിവരണം നമ്മൾ താഴെ കൊടുക്കണം. നോക്കൂ, ഈ ചിത്രത്തിൽ പ്രിയ ഒരു ഫിസിക്കലി ഹാൻഡികാപ്ഡ് കുട്ടിയാണ്, അതായത് ശാരീരിക വൈകല്യമുള്ള കുട്ടിയാണ്. ഇവിടെ നമുക്ക് ഇതാണ് പ്രിയ അവളുടെ അടുത്ത സീറ്റിലിരിക്കുന്ന കുട്ടിയോട് എന്തോ സംസാരിക്കുന്നു. അതാണല്ലോ നമ്മൾ ഇവിടെ കാണുന്നത്. അത് നമ്മൾ ഇവിടെ എഴുതുക. നോക്കൂ, പ്രിയ ടോക്സ് ടു എ ഗേൾ നിയർ ഹെർ സീറ്റ് ഇൻ ദ ക്ലാസ്.
അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? പ്രിയയെ ഭക്ഷണം കഴിക്കാൻ അവളുടെ സുഹൃത്ത് സഹായിക്കുന്നു. പ്രിയാസ് ക്ലാസ്മേറ്റ് ഹെൽപ്സ് ഹെർ ഈറ്റ് ഫുഡ്. നോക്കൂ, ഇത് ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റിൽ പോകാൻ പ്രിയയുടെ ക്ലാസ്മേറ്റ് അവളെ സഹായിക്കുന്നു. ഹെയർ ഫ്രണ്ട് ഹെൽപ്സ് ഹെർ ടു ഗോ ടു ദി ടോയ്ലറ്റ്. ഇവിടെ നോക്കൂ, ഇവിടെ പ്രിയയും അവളുടെ സുഹൃത്തും ബാസ്കറ്റ് ബോൾ കളിക്കുകയാണ്. അവളുടെ സുഹൃത്ത് അവൾക്ക് ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. പ്രിയ ആൻഡ് ഹെയർ ഫ്രണ്ട് പ്ലേ ബാസ്കറ്റ് ബോൾ. ഹെയർ ഫ്രണ്ട് പാസസ് ദി ബോൾ ടു പ്രിയ. പ്രിയ ആ ബോൾ ഹൂപ്പിലേക്ക് എറിയുന്നു. അങ്ങനെ അവൾക്ക് ഒരു സ്കോർ ലഭിക്കുന്നു. പ്രിയ ത്രോസ് ദി ബോൾ ഇൻ ടു ദി ഹൂപ്പ് ആൻഡ് സ്കോർസ് എ പോയിന്റ്. ഇതാണ് ഹൂപ്പ്. അപ്പോൾ അവൾക്കൊരു പോയിന്റ് കിട്ടിയപ്പോൾ ഇവിടെ ഇത് സ്കൂൾ ഹെഡ്മാസ്റ്റർ ആണ്. ഹെഡ്മാസ്റ്റർ എന്താണ് ചെയ്യുന്നത് നോക്കൂ. ഹെഡ്മാസ്റ്റർ പ്രിയയെ ഹോണർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സമ്മാനം കൊടുക്കുന്നു. നോക്കൂ, ദി ഹെഡ്മാസ്റ്റർ ഗിവ്സ് പ്രിയ എ പ്രൈസ് ടു ഹോണർ ഹെർ. ഇവിടെ നമ്മുടെ കഥ അവസാനിച്ചു. ഇനി നമ്മൾ ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിൽ കൊടുക്കണം. ഇതാ നമ്മൾ ഒരു ടൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ സ്പെഷ്യൽ ഡേ ഫോർ പ്രിയ. കൂട്ടുകാർ ഈ കഥ പൂർത്തീകരിക്കാൻ സ്വയം ശ്രമിക്കുമല്ലോ. ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്. അതായത് നമുക്ക് ഭാഷ കൊണ്ട് കളിക്കാം. ഹിയർ ഈസ് എ വേർഡ് ഗ്രിഡ്. ഇതാ ഒരു വേർഡ് ഗ്രിഡ്. കൂട്ടുകാർക്ക് കാണാം വേർഡ് ഗ്രിഡ്. ഇവിടെ കാണുന്നതാണ് വേർഡ് ഗ്രിഡ്. വാട്ട് വേർഡ്സ് ക്യാൻ യു മേക്ക് ഫ്രം ദി ഗ്രിഡ്? ഈ ഗ്രിഡിൽ നിന്നും നിങ്ങൾക്ക് ഏതെല്ലാം വാക്കുകൾ ഉണ്ടാക്കാൻ കഴിയും? An example is given for you. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് എക്സാമ്പിൾ നോക്കൂ. ഇവിടെ കാണാം യൂണിഫോം. കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ യൂണിഫോം. യെസ്. ഐഡന്റിഫൈ ദി അതർ വേർഡ്സ് ആൻഡ് സർക്കിൾ ദം. മറ്റു വാക്കുകൾ കണ്ടുപിടിച്ച് കൂട്ടുകാർ അതിന് ഒരു വൃത്തം കൊടുക്കുക. നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഫസ്റ്റിൽ നമുക്ക് ഗ്ലോറി, പിന്നീട് ഗഡ്സ്, കോർണർ, ഇയർ, ഡിവോഷൻ, ഹീറോ, ലാസ്റ്റ് റെസ്പെക്ട്, പിന്നീട് ഏതാണ് പ്രൊട്ടക്ട്. ഇവിടെ പ്രൊട്ടക്ട് എന്നും കാണാം. അപ്പോൾ കൂട്ടുകാർ ഈ വേർഡ് ഗ്രിഡിൽ നോക്കി വാക്കുകൾ നിർമ്മിക്കുമല്ലോ. ഓക്കെ ഡിയേഴ്സ്, ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഡിയേഴ്സ്, ബൈ.